നമസ്കാരം. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ മായാത്ത ഒരു അധ്യായമാണ് ശക്തിമാൻ. 1997 ദൂരദർശനിൽ സംപ്രേഷണം ആരംഭിച്ച ഈ പരമ്പര കുട്ടികൾക്കും മുതിർന്നവർക്കുമിടയിൽ ഒരുപോലെ തരംഗമായി മാറുകയായിരുന്നു. ശക്തിമാൻ എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു സൂപ്പർ ഹീറോ ഉണ്ടായി. പ്രശസ്ത നടൻ മുകേഷ് ഖന്നയാണ് ശക്തിമാനെ അവതരിപ്പിച്ചത്. ശക്തിമാൻ ഭൂമിയിൽ അവതരിക്കുന്നതിനും അയാൾക്ക് ഈ അമാനുഷിക ശക്തികൾ ലഭിക്കുന്നതിനും പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ദുഷ്ടശക്തികളും അസന്തുലിതാവസ്ഥയും വർദ്ധിച്ചപ്പോൾ സൂര്യൻ എന്ന ഒരു പ്രത്യേക യോഗികൾ ചേർന്ന സന്യാസിമാരുടെ കൂട്ടായ്മ ലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ഈ യോഗികളുടെ സഹായത്തോടെ ശക്തിമാൻ തൻ്റെ ശരീരത്തിലെ 7 ചക്രങ്ങളെ ഉണർത്തുകയും അതിലൂടെ പ്രപഞ്ചശക്തിയെ സ്വന്തമാക്കുകയും ചെയ്തു. സൂര്യൻ എന്നറിയപ്പെടുന്ന യോഗിമാരുടെ ആചാരപരമായ പ്രാർത്ഥനയിലൂടെ പഞ്ചഭൂതങ്ങളുടെ ശക്തിയും ഊർജവും ശക്തിമാനിലേക്ക് ആവാഹിക്കപ്പെട്ടു. ലോകത്തിലെ തിന്മയെ ഇല്ലാതാക്കാനും സത്യവും നീതിയും സ്ഥാപിക്കാനും ശക്തിമാൻ പ്രതിജ്ഞയെടുത്തു. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കാനും സാധാരണക്കാരനായി ജീവിക്കാനും വേണ്ടി ശക്തിമാൻ ഒരു ഇരട്ട വ്യക്തിത്വം സ്വീകരിച്ചു. ഈ ഇരട്ട ജീവിതത്തിൽ അമാനുഷിക ശക്തികളോടെ തൻ്റെ പ്രത്യേക വേഷത്തിൽ ശക്തിമാൻ ദുഷ്ടശക്തികളെ നേരിടും. എന്നാൽ സാധാരണ പൗരനായ പണ്ഡിറ്റ് ഗംഗാധർ വിദ്യാധർ മായാധർ ഓംകാർ നാഥ് ശാസ്ത്രി എന്ന പത്രപ്രവർത്തകനാണ് ശക്തിമാൻ സ്വയം മറച്ചുപിടിക്കാൻ സ്വീകരിച്ച വേഷം. അലസനും അശ്രദ്ധനുമായി കാണപ്പെടുന്ന ഗംഗാധറിന്റെ സംസാര രീതിയും വിചിത്രമായ വസ്ത്രധാരണ രീതിയും നർമ്മം നിറഞ്ഞതായിരുന്നു. പ്രപഞ്ചശക്തി സ്വന്തമാക്കിയ ശക്തിമാന് നിരവധി അമാനുഷിക കഴിവുകളുണ്ടായിരുന്നു. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, വായുവിലൂടെ അനായാസം പറക്കാനുള്ള കഴിവ്, അവിശ്വസനീയമായ ശാരീരിക ശക്തി എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ കൈകളിൽ നിന്ന് തീജ്വാലകൾ സൃഷ്ടിക്കുവാനും നിയന്ത്രിക്കുവാനും മറ്റുള്ളവരുടെ ചിന്തകൾ അറിയാനും അവരുമായി മാനസികമായി ആശയവിനിമയം നടത്താനും സാധിക്കും. ഗംഗാധറിൽ നിന്ന് ശക്തിമാനിലേക്കും തിരിച്ചും മാറാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ അമാനുഷികതയുടെ മറ്റൊരു ഭാഗമായിരുന്നു. ശക്തിമാന്റെ പ്രധാന ശത്രു തമരാജ് കിൽവിഷ് ആയിരുന്നു. ഇരുട്ട് നിലനിൽക്കട്ടെ എന്നതായിരുന്നു കിൽവിഷിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം. ലോകത്ത് സത്യം നിലനിൽക്കുന്നിടത്തോളം കാലം തനിക്ക് ശക്തി ലഭിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കിൽവിഷ് ലോകമെമ്പാടും ഭീകരതയും ഇരുട്ടും പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. കിൽവിഷിനെ കൂടാതെ ഡോക്ടർ ജാക്കാൽ, സഹായക് തുടങ്ങിയ മറ്റു ദുഷ്ട കഥാപാത്രങ്ങളെയും ശക്തിമാൻ നേരിട്ടു. ശക്തിമാൻ കേവലം ഒരു വിനോദ പരിപാടിയായിരുന്നില്ല. കുട്ടികൾക്കിടയിൽ നല്ല ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പരമ്പര ശ്രമിച്ചിരുന്നു. പൊതു ഇടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സുരക്ഷാ ബോധവൽക്കരണം, നല്ല പെരുമാറ്റം എന്നിവയെക്കുറിച്ച് ശക്തിമാൻ ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം സംസാരിക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. ടെലിവിഷൻ പരമ്പര അവസാനിച്ചെങ്കിലും ശക്തിമാൻ ഇന്നും ഇന്ത്യയുടെ സാംസ്കാരിക ഓർമ്മകളിൽ ഒരു ഐക്കോണിക് സൂപ്പർ ഹീറോയായി നിലനിൽക്കുന്നു. ഈ കഥാപാത്രത്തെ ആസ്പദമാക്കി ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ സംരംഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.